നടൻ വിജയ് നേതൃത്വം നൽകുന്ന ടിവികെയും കോൺഗ്രസും തമ്മിൽ സഖ്യം രൂപീകരിക്കുമോ എന്ന ചർച്ചകളാണ് ഇപ്പോൾ സജീവമായി നടക്കുന്നത്. തമിഴ്നാട്ടിലെ പല കോൺഗ്രസ് നേതാക്കൾക്കും ഇതിനോട് യോജിപ്പുണ്ട്. ഹൈക്കമാൻഡിനെ കാര്യങ്ങൾ ബോധിപ്പിക്കാനും ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 5 മാസങ്ങൾ മാത്രമാണ് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളത്. DMKയുടെ വല്യേട്ടൻ നിലപാട് കോൺഗ്രസിനുള്ളിൽ കടുത്ത അമർഷമാണുള്ളത്. ഓരോ തെരഞ്ഞെടുപ്പിലും സീറ്റുകൾ കുറയുന്നതിലും അതൃപ്തി പുകയുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഈ സാഹചര്യത്തിൽ TVKയുമായി സഖ്യം ചേർന്നാൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുമെന്നാണ് സഖ്യത്തിനെ അനുകൂലിക്കുന്നവരുടെ വാദം. എന്നാൽ മറിച്ച് അഭിപ്രായമുള്ള നേതാക്കളും കോൺഗ്രസിലുണ്ട്. DMKയുമായി പിരിഞ്ഞാൽ തമിഴകത്ത് വേരുറപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. മാത്രമല്ല ദേശീയതലത്തിൽ DMKയുടെ സ്വാധീനവും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പാർലമെന്റിൽ DMK നിർണായക ശക്തിയാണ് എന്ന കാര്യവും ഇവർ പ്രാധാന്യത്തോടെ പറയുന്നുണ്ട്. എന്നാൽ DMKയുമായുള്ള തമിഴ്നാട്ടിൽ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കുന്നില്ല എന്നതാണ് മറുവിഭാഗത്തിന്റെ വാദം. അതേസമയം വിജയ്ക്ക് കേരളത്തിലും പുതുച്ചേരിയിലും നിരവധി ആരാധകരുണ്ട്. TVKയുമായി സഖ്യം ചേർന്നാൽ രണ്ടിടത്തും നേട്ടമാകുമെന്നും വിജയുമായുള്ള കൂട്ടുചേരലിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നുണ്ട്. കോൺഗ്രസ് TVKയുമായി അടുക്കുന്നു എന്ന് DMK നേതാക്കളും മനസ്സിലാക്കിയിരിക്കുന്നു. അടുത്തിടെ പൊതുപരിപാടിയിൽ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ചില സൂചനകൾ നൽകുകയും ചെയ്തു. കരൂർ ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി വിജയുമായി ടെലിഫോണിൽ സംസാരിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തിരുന്നു. വിജയ് രാഹുൽ ഗാന്ധിയുമായി നേരത്തെ ചർച്ചയ്ക്ക് സമയം ചോദിച്ചിരുന്നുവെങ്കിലും പിന്നീട് നടന്നില്ല. ജനുവരിയിൽ TVK സുപ്രധാന സഖ്യപ്രഖ്യാപനം നടത്തുമെന്നാണ് വിവരം. അതേസമയം DMKയുമായി കോൺഗ്രസ് സീറ്റ് വിഭജന ചർച്ച നടത്തുന്നുമുണ്ട്. AIADMK വിജയിച്ചു വരുന്ന ചില മണ്ഡലങ്ങൾ കോൺഗ്രസിന് നൽകാമെന്നാണ് DMK വാഗ്ദാനം നൽകിയിരിക്കുന്നത്. ആരുമായുള്ള സഖ്യത്തിനും സീറ്റ് വിഭജനത്തിനും ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുക എന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നുമുണ്ട്. വിജയുമായി സഖ്യം ചേരുന്നത് തള്ളാതെയാണ് അടുത്തിടെ കോൺഗ്രസ് MP മാണിക്യം ടാഗോർ പ്രതികരിച്ചത്. തമിഴ്നാട്ടിലെ ഇന്ത്യ സഖ്യത്തിന് എതിരാളിയായി വിജയ് വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. BJPയെയും RSSനെയും എതിർക്കുന്ന ആരെയും കോൺഗ്രസ് ബഹുമാനിക്കുന്നുവെന്നാണ് മാണിക്യം ടാഗോറിന്റെ നിലപാട്. SIRനെ തള്ളിയ വിജയുടെ നിലപാടിനെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയും ചെയ്തു. വിജയുമായി സഖ്യമുണ്ടാക്കുന്ന കാര്യത്തിൽ പ്രതികരിക്കാൻ അദ്ദേഹം മടിക്കുകയാണ്.